നിങ്ങളുടെ സൗഹൃദം വിട്ടുകളഞ്ഞേക്കരുതേ. ഷോ സർ. See you. ബൈ. ബൈ സർ. ബൈ സർ. റാം, ഒരു സെക്കൻഡ് വാ. സോറി. എന്താടാ സീത, ഒരു മിനിറ്റ്. സിഹി, വാ, ഡ്രസ് ചേഞ്ച് ചെയ്യണ്ടേ? ലേറ്റ് ആയി. വാ. എന്താടാ, എന്ത് പറ്റി? എന്തോ എമർജൻസി ഉണ്ട്, ഏതാണ്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്ന പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് വന്നിട്ട്. അതെടാ, അതെന്താണെന്നോ? വാട്ട്? ആർ യു സീരിയസ്? യെസ്. വിശ്വസിക്കാനേ പറ്റുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? എടാ, നീ ഒരു കാര്യം ചെയ്യ്. അത് മാത്രം ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ. ബൈ കേട്ടോ, ഞാൻ എന്റെ അമ്മയുടെ കൂടെ പോവാണേ. ബൈ ബൈ. സീത, എന്നെ കൊണ്ടുപോകാൻ എന്റെ ഹസ്ബൻഡ് വരുന്നുണ്ട്, ഞാൻ പോവാ. ബൈ. ബൈ ആന്റി. ബൈ. സീത, നമുക്ക് ഒരുമിച്ച് പോയാ പോരെ? നിനക്ക് പോകേണ്ട ഡയറക്ഷൻ വേറെ, ഞങ്ങൾക്ക് പോകേണ്ട ഡയറക്ഷൻ വേറെ. നീ പോവാൻ നോക്കിക്കോ. നീ വീട്ടിലേക്ക് വന്ന് ഞങ്ങളെ ഡ്രോപ്പ് ചെയ്ത് അവിടെ തമാശ പറഞ്ഞിരുന്ന് നീ വീട്ടിലേക്ക് പോകുമ്പോ ലേറ്റ് ആവും. അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഓട്ടോയിൽ പൊക്കോളാം. ഹെൽപ്പ് ചെയ്യാൻ വന്ന എന്തോ ക്രൈം ചെയ്ത പോലെ പെരുമാറ്റം. ഓക്കെ ബേബി, യു ഹാഡ് സോ മച്ച് ഫൺ അല്ലേ ഇന്ന്? എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കണം. ഓക്കെ ബൈ ബേബി. ഓക്കെ ഡി, ബൈ, ടേക്ക് കെയർ. ബൈ ബൈ. ഇറങ്ങിയോ? ആക്ച്വലി ഇവിടെ താമസിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എന്റെ ഡ്രസ്സൊന്നും എടുത്തില്ല, അതുകൊണ്ട് വീട്ടിൽ പോവാ. ഇവിടെ താമസിക്കും. സർ, ആക്ച്വലി എനിക്കൊരു ആഗ്രഹമുണ്ട് കേട്ടോ. ഈ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഒരു ഫുൾ മാളില് എനിക്ക് ഒരു ഡേ ഫുള്ള് ലോക്കായി പോണം. കുറച്ച് പേടിയൊക്കെ കാണും, ബട്ട് അറ്റ്ലീസ്റ്റ് ആ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്നെങ്കിലും ഒന്ന് അറിയണമല്ലോ. ഇതൊരു വല്ലാത്ത ആഗ്രഹമാണല്ലോ. ഈ സൂപ്പർ മാർക്കറ്റ് മോളിലൊക്കെ ലോക്കാവുന്നത് എന്തിനാ? ഈ സ്കൂൾ അല്ലെങ്കിൽ ഇതുപോലത്തെ ഓഡിറ്റോറിയത്തിൽ ലോക്കായാ പോരെ? അല്ല സർ, സൂപ്പർ മാർക്കറ്റിൽ ലോക്കായി കഴിഞ്ഞാൽ തിന്നാൻ എന്തെങ്കിലും കിട്ടുമല്ലോ, ഫുൾ നൈറ്റ് സർവൈവ് ചെയ്യാലോ, അതുകൊണ്ടാ. അയ്യോ, എന്തിനാ ചിരിക്കുന്നേ? എന്തോ എന്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹമല്ലേ ഞാൻ പറഞ്ഞേ, അതിന് കളിയാക്കുവാണോ? അയ്യോ നോ. തന്റെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കട്ടെ. ആൻഡ് താങ്ക് യു സോ മച്ച്. എന്നോട് ദേഷ്യം ഉണ്ടായിട്ടും വിഷമം ഉണ്ടായിട്ടും എന്നോട് സംസാരിക്കുന്നതിന്, തന്റെ ആഗ്രഹങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്തതിന്. ദേഷ്യം ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പോഴും എനിക്ക് മനസ്സിലാകും സർ. എല്ലാത്തിനും എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ.
അത് വിട്. നിങ്ങളെ ഞാൻ ആദ്യം കാണുന്ന സമയത്ത് എന്റെ മനസ്സിലും എന്റെ കണ്ണിലും എങ്ങനെയാണോ പതിഞ്ഞത് അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും കാണുന്നത്. സോ ബാക്കിയൊക്കെ എനിക്കൊരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് എനിക്ക് ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിഷമവും ഇല്ല. താൻ മനസ്സിലാക്കിയല്ലോ. താങ്ക് യു. ഓക്കെ, എനിക്ക് ലേറ്റ് ആവുന്നു, ഞാൻ ഇറങ്ങട്ടെ. യു പ്ലീസ് ടേക്ക് കെയർ. സേഫായിട്ട് വീട്ടിലേക്ക് എത്ത്. എൻ്റെ കീ ഹിയർ. സർ, ഫോട്ടോ കീറിയിട്ടുണ്ടല്ലോ. ഇതിലൊരു കൈ കൂടി ഉണ്ടല്ലോ. ആരാ ഇത്? താങ്ക് യു. അതാരാണെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പൊ ആ കൈ ആരുടെ ആയിരിക്കും? സീതമ്മ, ദൈവം വളരെ നല്ലവനാ. ഞാൻ വിഷ് ചെയ്ത പോലെ എന്റെ ഫ്രണ്ട് വന്നല്ലോ, എന്റെ ഡാൻസ് കണ്ടല്ലോ, എന്റെ കൂടെ ഡാൻസ് കളിച്ചല്ലോ. നീയും ഇപ്പൊ അവന്റെ കൂടെ സംസാരിക്കുന്നുണ്ട്. രവി സാറിനെയും കാണാൻ കഴിഞ്ഞു. ആ പിന്നെ അന്ന് ഞാൻ രാമന് പൂജ ചെയ്തിരുന്നില്ലേ, അന്ന് ഞാൻ ഇതാ പ്രാർത്ഥിച്ചത്, അറിയോ? യാ, നമ്മുടെ സിഹിമോൾ എന്ത് ചോദിച്ചാലും ദൈവം അത് വേണ്ടാന്ന് വെക്കില്ല, അല്ല പൊന്നെ? സീത, ഓൾസോ ദിസ് ഇസ് ഓൾ ജസ്റ്റ് എ കോഇൻസിഡൻസ്. ദേവി, ഇത് താനത് തെറ്റായിട്ടെടുക്കില്ലല്ലോ. ഐ മീൻ, ഫാക്കൽറ്റീസിനെയൊക്കെ ഞാൻ കോൾ ചെയ്തിട്ട് നിങ്ങൾ എന്നെ ഗസ്റ്റായിട്ട് വിളിക്കണമെന്ന് പറഞ്ഞൊന്നും താൻ വിചാരിക്കുന്നു? പ്ലീസ്, അങ്ങനെയൊന്നും വിചാരിക്കല്ലേ. സർ, ഞാനത്ര പൊട്ടിയൊന്നുമല്ല. എല്ലാം ഞാൻ തോന്നിയ പോലെ ചിന്തിക്കാൻ ഞാൻ അത്ര വിഡ്ഢിയുമല്ല. താങ്ക് ഗോഡ്, ഫൈനലി. എന്താ പറഞ്ഞേ? ഒന്നുമില്ല. നിങ്ങൾ സിഹിയും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് ആ ദൈവം തന്നെ പ്രൂവ് ചെയ്തു തന്നു. ഈ അമ്മയുടെ വാക്കൊന്നും ദൈവം കേൾക്കുന്നില്ല. അവൾ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാ ദൈവം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ ബോണ്ടിങ് ഒരുപാട് സ്ട്രോങ് ആണ്. അതിനെ ആർക്കും ഇല്ലാതാക്കാൻ കഴിയില്ല. ഇവൾ എന്തർത്ഥം വെച്ചാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതിനിപ്പോ ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്? എന്ത് ചെയ്താലും പ്രശ്നമാണ്. ന്യൂട്രലായിട്ട് നിൽക്കാം. കണ്ടില്ലേ ഫ്രണ്ട്, സീതമ്മയും നമ്മൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് സമ്മതിച്ചു. ഐ തിങ്ക് ഇപ്പൊ അവൾക്ക് മനസ്സിലായി കാണും ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ എന്താണെന്ന്. സോ ഫ്രണ്ട്സ് അഗൈൻ എന്ന് ചോദിച്ചാലോ? സിഹി, വാ പോവാം, ലേറ്റ് ആയി. സീത, ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വിടാം. ഓക്കേ ഫ്രണ്ട്. വാ സീത, ഇറ്റ്സ് ഓക്കെ. ഇല്ല സർ, കുഴപ്പമില്ല. നിങ്ങൾ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നേ? എന്ത് ബുദ്ധിമുട്ട്, ഒരേ റൂട്ടിലല്ലേ, ഞാൻ ഡ്രോപ്പ് ചെയ്യാനേ. വാ. ഇറ്റ്സ് ഓക്കെ സർ. ഈ രാത്രി എന്തിനാ സീത വെറുതെ റിസ്ക് എടുക്കുന്നേ? സർ, ഫോഴ്സ് ചെയ്യാതെ. വീട് ഇവിടെ അടുത്ത് തന്നെയല്ലേ, ഞങ്ങൾ ഓട്ടോ വിളിച്ചോളാം. ബാ, റാം സാറിനോട് ബൈ പറ. സീത പ്ലീസ്. ഈ മിസ്റ്റർ, സാറ്, അദ്ദേഹം, ഇദ്ദേഹം ഇങ്ങനെയൊന്നും വിളിക്കല്ലേ. കോൾ മീ റാം. ഞാൻ തന്നെ പഴയ റാം തന്നെയാ. അല്ല, തനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലേ എന്റെ പേരിന്റെ കൂടെ അത്രയും ഭാരമുള്ള സാറിനൊക്കെ ചേർത്ത് വിളിക്കാനായിട്ട്? ഒരു ദിവസം ഇങ്ങനെ സാറിന് എത്ര തവണ വിളിക്കും? കോൾ മീ ജസ്റ്റ് റാം. ബൈ റാം. താങ്ക് ഗോഡ്, അവളെ കൊണ്ട് അവസാനം ഞാൻ വിളിപ്പിച്ചു. സൂപ്പർ റാം. ബൈ ഫ്രണ്ട്, ഇന്ന് എനിക്ക് വളരെ സന്തോഷമായി. താങ്ക് യു ഫ്രണ്ട്. ബൈ. ഓ എന്റെ ദൈവമേ, താങ്ക് യു സോ മച്ച്. അവസാനം എല്ലാം ശരിയായല്ലോ. ഞാൻ എത്ര ഡാൻസ്
എന്റെ ഫ്രണ്ടിന്റെ കൂടെ കാറിൽ പോയാ പോരായിരുന്നോ? അങ്ങനെയായ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന പോലെ ആവില്ലേ? അദ്ദേഹത്തിന്റെ കാറ് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനുള്ളതാ. അറ്റ്ലീസ്റ്റ് പ്രിയാന്റിയുടെ കൂടെ വരായിരുന്നല്ലോ. നീ ഓട്ടോ കിട്ടുമെന്ന് പറഞ്ഞു. കണ്ടോ, ഇപ്പൊ ഒരു ഓട്ടോയും ഇല്ല. എനിക്കാണെങ്കിൽ കാല് വേദന എടുക്കുന്നുണ്ട്. ശരി വാ, ഞാൻ എടുത്തോളാം. സീതമ്മ, എന്നെ ഇറക്ക്. ഇറക്ക് സീതമ്മ. കുഴപ്പമില്ല, ഇരുന്നോ. ഇറക്ക്. നിനക്ക് ബുദ്ധിമുട്ടാവും. ഞാനിപ്പോ ഭാരം വെച്ചു. ഇല്ല, ഇതെന്ത് വർത്താനമാ? അമ്മയ്ക്ക് സിഹി ഒരിക്കലും ഒരു ഭാരമാവില്ല. സീതമ്മ, എന്നെ താഴെ ഇറക്ക്. എന്റെ കാലുവേദനയൊക്കെ മാറി. കുഴപ്പമില്ല കേട്ടോ, ഇനി കുറച്ചു ദൂരം കൂടിയേ ഉള്ളൂ. സീതമ്മ, ഇറക്ക്. നിക്ക്, ഞാൻ ക്യാബ് ബുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. എന്താ മാഡം, ഡ്രോപ്പ് ചെയ്യണോ? ഈ സമയത്തൊക്കെ ഒറ്റയ്ക്ക് പോകാവോ? കൂടെയാണെങ്കിൽ ഒരു കുട്ടിയുണ്ടല്ലോ. എന്താ മാഡം, ഭർത്താവായിട്ട് വഴക്കാ? അതെ മോനെ, നീ പറഞ്ഞത് വെച്ച് ഇവരുടെ പോക്ക് കാണുമ്പോ സംഗതി അത് തന്നെ. മാഡം, നിങ്ങളെ വീടിന്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്താൽ മതിയോ അതോ വീടിന്റെ അകത്തേക്കും വരണോ? കുഴപ്പമില്ല, കയറ് മാഡം. ഞങ്ങളൊക്കെ നല്ല കുട്ടികളാന്നേ. മാഡം വരൂ മാഡം, ഞങ്ങള് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം, വരൂ. മാഡം, ഞങ്ങളൊക്കെ സ്ത്രീകളെ ബഹുമാനിക്കുന്ന കൂട്ടത്തിലാ. വരൂ മാഡം. താനിതുവരെ പോയില്ല? താൻ പോയെന്നാ ഞാൻ വിചാരിച്ചേ. വന്നേ, വണ്ടി കയറി. വിടടാ, പാവം അവളുടെ ഭർത്താവ് വന്നിട്ടുണ്ട് മോനെ. കറക്റ്റ് ടൈമിനിങ് എത്തിയല്ലോ. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. സീത വാ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അവൾക്ക് ഒരുപാട് ക്ഷീണം കാണും. എന്തിനാ ഇങ്ങനെ വാശി പിടിക്കുന്നേ? ഈ സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നടന്നു പോകുന്നത് സേഫ് അല്ല. ഒന്ന് മനസ്സിലാക്ക്. വാ സീതമ്മ, പോകാം. എന്റെ പൊന്ന് സീത, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വന്ന് വണ്ടി കയറ്. വാ പ്ലീസ്, വാ. കാലുവേദന ഉണ്ടായിരുന്നു. താങ്ക് യു ഫ്രണ്ട്, ഡ്രോപ്പ് ചെയ്യുന്നതിന്. ഫ്രണ്ട് ആണെങ്കിൽ താങ്ക്സ് ഒക്കെ പറയാമോ? ഞാൻ എന്തായാലും ഈ താങ്ക്സ് ആക്സെപ്റ്റേ ചെയ്യില്ല. ഇറ്റ്സ് ഓക്കെ. ഇവിടെയാ രവിചന്ദ്രൻ സോങ്. വൗ, സൂപ്പർ. കണ്ടു കണ്ടു നാമിതാ, കണ്ണു കണ്ണെറിഞ്ഞിതാ, ഉള്ളുകൊണ്ടു ചേർന്നിതാ മധുകലിത. തെന്നലുരുമ്മണ പോലെ ഇതാ, മഞ്ഞള പെയ്യണ ചേലിലിതാ, നെഞ്ചാകെ ആനന്ദം. ഓ
ഇന്ന് എൻ്റെ ലൈഫിലെ സ്പെഷ്യൽ ഡേ ആണ്. താങ്ക് യു സോ മച്ച് സിഹിമോളെ. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു. ഞാനൊന്നും അങ്ങനെ ഫ്രണ്ട്. നീയും വന്നു, രവി സാർ വന്നു, നീ എന്റെ കൂടെ ഡാൻസ് കളിച്ചു. അതുകൊണ്ട് ഞാനിന്ന് ഫുൾ ഹാപ്പിയാ. ഗുഡ് നൈറ്റ് സികുട്ടാ. ഗുഡ് നൈറ്റ് ഫ്രണ്ട്. ഗുഡ് നൈറ്റ് സീത. ഗുഡ് നൈറ്റ് റാം. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് ഓക്കെ. ബൈ ബൈ. 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 ആ ബൈ. സിതമ്മ, ഞാൻ വാതിലോർക്കാം ട്ടാ. സിഹിയോട് ഈ വീട് എപ്പോഴും നിന്റെ മാത്രമായിരിക്കും എന്ന് പറഞ്ഞതല്ലേ റാം? ഇത് വിട്ടുപോകാൻ ഇനി അധികം സമയമൊന്നുമില്ല. ഒന്നും നമ്മുടെ കയ്യിലല്ല റാം. എങ്ങനെയാ ഈ വീട് പിടിച്ചു നിർത്തേണ്ടതെന്ന് എനിക്കറിയില്ല. സിഹിയോട് ഈ വീട് നമ്മുടേതല്ലെന്ന് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇതിനൊക്കെ സിഹി എങ്ങനെയാവും റിയാക്ട് ചെയ്യാ? എങ്ങനെയാ അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നേ? അതെ, സീതയ്ക്ക് എന്തൊരു ഭാഗ്യമാണെന്നോ. ഒരു കുട്ടി ഉണ്ടായിട്ടും രണ്ടാമത്തെ കല്യാണം മുടങ്ങിപ്പോയിട്ടും അവളുടെ ബോസ് അവളെ കാറിൽ വീട്ടിൽ കൊണ്ടുവന്ന് ഇറക്കും. ഈ ഭാഗ്യമൊക്കെ ആർക്ക് കിട്ടാനാ? അയ്യോ, അത് അവളുടെ കാര്യമല്ലേ. നീ വന്നേ. എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ പക്കയാണല്ലോ. 100% റാം. ശരണ്ടി ഓഫീസിൽ നിന്ന് പുറത്താക്കിയ ശേഷവും ഞാൻ അവൻ്റെ ഫോൺ കോൾസ് ടാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും യൂസ് ആവുമെന്നോ എന്തെങ്കിലും ക്ലൂ ലഭിക്കുമെന്ന് കരുതിയിട്ട്. അപ്പോഴേ എനിക്ക് മനസ്സിലായത് ചരണ്ടി ആ സീതയുടെ വീട് വാങ്ങാൻ പോകുന്നതെന്ന്. പക്ഷേ എന്തുകൊണ്ട് അവൻ ആ പ്രോപ്പർട്ടി എന്ന് മേടിക്കുന്നത്? അവനും അതും തമ്മിൽ എന്താ ലിങ്ക് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ വിശ്വ ഏതോ പ്രോപ്പർട്ടിയുടെ കാര്യം പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. ബാംഗ്ലൂരുള്ള പ്രൈം ലൊക്കേഷനുള്ള ഒരു പ്രോപ്പർട്ടി ഓപ്ഷനിൽ വെച്ചിട്ടുണ്ട്. അത് വാങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. എടാ, ഉറപ്പായിട്ടും ഇതിന്റെ പുറകിൽ അയാളാ. ആര്? ചരണ്ടിയല്ല, വിശ്വൻ ജെറീസൻ. ഹി വാണ്ട്സ് ടു ഇൻവെസ്റ്റ്. ആ കാര്യം പറഞ്ഞ് മുത്തശ്ശനോടും ചെറിയച്ചൻ പൈസ മേടിച്ചിരുന്നു. പക്ഷെ അത് സീതയുടെ വിടാൻ ഞാൻ അറിഞ്ഞില്ല. വിശ്വമാമൻ തന്നെയാണോ? ആർ യു ഷുവർ? ആ അതേടാ, ആ ചരണ്ടി ചെറിയച്ചനെ വിളിച്ച കാര്യം നിനക്കറിയാവുന്നല്ലേ. എന്നാലും ആ സ്ഥലം എന്തിനാണെന്നാ? ഐ വണ്ടർ ബ്രോ. എടാ, ഇത് നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്. അവർ രണ്ടുപേരും എന്തെങ്കിലും ചെയ്തതിന് മുന്നേ ഐ ഹാവ് ടു ഡു സംതിങ്. ഡോണ്ട് വറി, ഞാൻ എന്തിനു വഴി കാണാം. എടാ, ആ ഇനി എന്താ പറയാനുള്ളേ? ഒന്നുമില്ല. എന്താണെങ്കിലും പറയടാ. അത് അഞ്ജലിയെ വിളിച്ചിരുന്നു. അഞ്ജലി പിക്ക് ചെയ്തില്ല. എന്നെ അകറ്റി നിർത്തുന്നതാടാ. ബിസി ആയിട്ടായിരിക്കും. അവൾ നിന്നെ തിരിച്ചു വിളിച്ചോളും. നീ അന്നോർത്തും വെറുതെ വിഷമിക്കല്ലേ. പഴയതൊന്നും മറന്നു കാണില്ല. നിന്നെ മാത്രം അകറ്റി നിർത്തിയാൽ മതിയോ? അപ്പൊ ഞാനോ? ഞാൻ ആരുമല്ലേ. നീ ഒന്ന് വെയിറ്റ് ചെയ്യ്, ഞാൻ നമ്മളെ വിളിക്കട്ടെ. എടാ വേണ്ട, ഞാൻ ഒരുപാട് തവണ വിളിച്ചു എന്നിട്ട് എടുക്കുന്നില്ല. ഇനി തിരിച്ചു വിളിക്കട്ടെ. എനിക്ക് മനസ്സിലാവും. പാവള് ചെറിയ കുട്ടികളാ. എല്ലാം ശരിയാവും. അവളായിട്ട് മനസ്സിലാക്കിക്കോളൂ. നീ ഇതൊന്നും ആലോചിക്കണ്ട. ഞാൻ നാളെ അവളെ വിളിച്ചോളാം. ഓക്കെ അല്ലേ? ചിറ ബോയ്. ശരി, വാ. അപ്പോ ഇതെന്താ, നീ ഇറങ്ങിയോ? എടാ, ഭക്ഷണം കഴിച്ചിട്ട് പോടാ. ഇറ്റ്സ് ഓക്കെ മേമ, അതിനൊന്നും സമയമില്ല, ലേറ്റായി. എപ്പോഴും ഇങ്ങനെ കുതിരപ്പുറത്താണല്ലോ.
എന്നോടൊന്ന് സംസാരിക്കാൻ പോലും നേരല്ലേ നിനക്ക്? നത്തിങ് ലൈക്ക് ദാറ്റ് മേമ. നമുക്ക് വന്നിട്ട് സംസാരിക്കാം. ഇപ്പൊ കുറച്ച് ഞാൻ ബിസിയാ. ശരി ശരി ചെല്ല്. ഇനി മുതല് ആരുടെ അടുത്തുനിന്ന് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. ഈ വീട്ടിൽ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന് എനിക്ക് പോലും മനസ്സിലാവുന്നില്ല. നിന്റെ ചെറിയച്ഛനാണെ എന്റെ അടുത്ത് ഒരു കാര്യം ഷെയർ ചെയ്യുന്നില്ല. പിന്നെ അച്ഛൻ വീട്ടിൽ എല്ലാ കാര്യങ്ങളും എന്നെ ഏൽപ്പിച്ചതാ. നീ ഒരാളെങ്കിലും ഇവിടെ എന്റെ അടുത്ത് ഉണ്ടാവുമല്ലോ എന്ന് ഞാൻ കരുതിയ. നീയാണെങ്കിൽ എപ്പോഴും ജോലി ജോലി എന്നും പറഞ്ഞ് തിരക്കിട്ടിങ്ങനെ നടക്കുക. ഈ വീട്ടിൽ ഇത്രയും ആൾക്കാരുണ്ടായിട്ടും ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ്. ഈ വീട്ടിലുള്ളവരുടെ ജീവിതത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ ചോദിക്കാൻ പാടില്ലേ? എപ്പോ ചോദിച്ചാലും ജോലിയുണ്ട് വന്നിട്ട് പറയാന്നും പറഞ്ഞ് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും. ഇതൊക്കെ കാണുമ്പോ ഈ വീട്ടിൽ എനിക്ക് യാതൊരു വിലയില്ലെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിനക്കിപ്പോ മനസ്സിലാവില്ലപ്പോ. ഞാൻ ചിലപ്പോ പോയാ നീ കരുതും, അയ്യോ എനിക്ക് എന്റെ മേമ വേണമായിരുന്നല്ലോ എന്ന്. മേമ, ഇറ്റ്സ് ഓക്കെ, യു ക്യാരി ഓൺ. മേമ, ഐ എം റിയലി സോറി. മേമയോട് പറയാൻ പറ്റാത്ത ഒന്നുമില്ല. ഇറ്റ്സ് ഓക്കെ അപ്പോ. നീ എന്താ ചെയ്യുന്നത്, നീ എവിടെയാ ഉള്ളതെന്നൊന്നും ഇനി ഈ മേമ നിന്നോട് ചോദിക്കില്ല. യു ജസ്റ്റ് ക്യാരി ഓൺ, ഇറ്റ്സ് ഓക്കെ. മേമ, രണ്ട് കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാനത് പറഞ്ഞാൽ മേമയ്ക്ക് ഇഷ്ടമാണോന്നില്ല. ബട്ട് പ്രോമിസ് മീ, വിശ്വൻ ചെറിയച്ചനോട് ഒരു ദേഷ്യം ഉണ്ടാകാൻ പാടില്ല. അതിനിപ്പോ എന്താ ഉണ്ടായേ? മേമ, അതെന്താന്ന് വെച്ചാ ചെറിയച്ചൻ ഇപ്പോഴും ആ ചരണ്ടിയായിട്ട് നല്ല ടച്ചുണ്ട്.